ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനുവൽ കാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത്. സാധാരണ ഒരു വാഹനത്തിന്റെ ക്ലച്ചിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 60,000 കിലോമീറ്റർ മുതൽ 1,00,000 കിലോമീറ്റർ വരെ ക്ലച്ചിന് ആയുസ് ലഭിക്കാറുണ്ട്. ക്ലച്ചിന് സാധാരണ രണ്ട് രീതിയിലാണ് കംപ്ലൈന്റുകൾ വരുന്നത്. ഒന്ന്, വാഹനം ഉപയോഗിച്ച് ക്ലച്ച് തീരുന്ന ഒരു സാഹചര്യം. രണ്ട്, നമ്മുടെ കയ്യിലിരിപ്പ്, അതായത് നമ്മളുടെ ഡ്രൈവിങ്ങിലെ മിസ്റ്റേക്കുകൾ കൊണ്ട് വളരെ വേഗത്തിൽ ക്ലച്ച് മാറ്റേണ്ട സാഹചര്യങ്ങൾ. അത്തരത്തിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ മിസ്റ്റേക്കുകളും എങ്ങനെ പ്രോപ്പറായിട്ടാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതൽ ക്ലച്ചിനെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ഒരു ബിഗ് മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഈ ഒരു മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രൈവർ ആണെന്ന് ചിന്തിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ വാഹനത്തിന്റെ ഫ്ലോറിൽ നല്ല കട്ടിയുള്ള മാറ്റുകൾ ഇടാറുണ്ട്. പല ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ് നല്ല കട്ടിയുള്ള കനം കൂടിയ മാറ്റുകൾ. നമ്മൾ പരമാവധി നമ്മളുടെ വാഹനത്തിൽ അത്തരത്തിലുള്ള മാറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ മാറ്റുകൾ ഉപയോഗിക്കുക. എന്നിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ് ഇതുപോലെ ബ്രേക്കേ കാല് വെക്കും, എന്നിട്ട് ഫുൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഈ മാറ്റിന്റെ കട്ടി കിടക്കുന്നത് കൊണ്ട് ഫുൾ ക്ലച്ച് അമരുന്ന ഒരു സാഹചര്യം ഇവിടെ വരാറില്ല. എന്നിട്ട് എന്ത് ചെയ്യും, വാഹനത്തിന്റെ താക്കോൽ ഓൺ ചെയ്തിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതി. ഒപ്പം തന്നെ എന്ത് ചെയ്യും, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ഇതുപോലെ മുന്നോട്ട് വാഹനം എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്തും പലപ്പോഴും ഫുൾ ക്ലച്ച് നമ്മൾ ചവിട്ടിയല്ല ഗിയർ ഇടുന്നത്. ഈ ഒരു പ്രവൃത്തി ഒരു ദിവസം അല്ല ചെയ്യുന്നത്, നിരന്തരം ചെയ്യുന്നതിലൂടെ നമ്മുടെ വണ്ടിക്ക് ക്ലച്ചിനും ഗിയർ ബോക്സിനും കംപ്ലൈന്റ് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും കനം കൂടിയ മാറ്റുകൾ നിങ്ങൾ ഫ്ലോറിൽ ഇടാതിരിക്കുക. നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനത്തിന് വരുന്ന ഫ്ലോർ മാറ്റുകളുണ്ടല്ലോ, ആ മാറ്റുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ മിസ്റ്റേക്ക്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുക. അതായത് ഞാൻ എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുകയാണ്, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തുന്നു, അതിനുശേഷം വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ചില ആൾക്കാർ വാഹനം മുന്നോട്ടെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഇതുപോലെ കണ്ടുപിടിക്കുക. അതായത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ചെറിയൊരു സ്ലോപ്പിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ ബ്രേക്കിൽ നിന്ന് കാല് അങ്ങോട്ട് എടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കും. എന്നിട്ട് ആക്സിലറേറ്റർ കൊടുക്കാതെ എന്ത് ചെയ്യും, ക്ലച്ചെ തന്നെ വണ്ടി നീക്കും. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി കയറ്റത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കേ കാല് വെച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിച്ചത്. നിരപ്പത്താണെങ്കിൽ പലരും ക്ലച്ച് മാത്രം അയച്ചു വാഹനത്തെ നീക്കും. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് അതാണ്, ക്ലച്ച് മാത്രം അയച്ചു നീക്കും. ഇവിടെ ആക്സിലറേഷൻ കൊടുക്കത്തില്ല. അതായത് ഇതുപോലെ ക്ലച്ചിൽ ഇങ്ങനെ വണ്ടിയെ നീക്കും. ഇങ്ങനെ നീക്കി ഇപ്പം ഞാൻ ഒരു ശകലം പോലും ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല, എൻ്റെ വാഹനം ചെറിയൊരു സ്ലോപ്പിലാണെങ്കിൽ പോലും നീങ്ങുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ആക്സിലറേഷൻ കൊടുക്കുക. അതായത് ക്ലച്ചെ മാത്രം വാഹനത്തെ നീക്കുന്ന ഒരു മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വാഹനം എടുത്ത് ഒരു കാരണവശാലും ശീലിക്കരുത്. ഇങ്ങനെ നമ്മൾ നിരന്തരം ക്ലച്ചയിൽ മാത്രമാണ് വണ്ടി നീക്കുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ചിന് തീർച്ചയായിട്ടും കംപ്ലൈന്റ് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി മറ്റു ചില ആൾക്കാർ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് പ്രത്യേകിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് ഇതുപോലെ ഒരു വാഹനം, ഇപ്പോൾ എൻ്റെ വാഹനം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ കിടക്കാണ്. എന്നിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ട് ചേർത്തെടുക്കും, എന്നിട്ട് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി പിടിക്കും, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഹാഫ് ക്ലച്ച് പോയിന്റ് അവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച് വാഹനത്തെ വല്ലാതെ ഇരപ്പിച്ചെടുക്കുന്ന ഒരു രീതി. ക്ലച്ച് വാഹനത്തെ നല്ല രീതിയിലുള്ള ലോഡ് കൊടുത്തോട്ട് വണ്ടി എടുക്കുന്ന രീതി. പ്രത്യേകിച്ച് ഇത് കൂടുതലും ചെയ്യുന്നത് ചെറിയ സ്ലോപ്പിലൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കാനായിട്ട് പല ആൾക്കാരും ഈ ഒരു മെത്തേഡിൽ വണ്ടി എടുക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ഇരപ്പിച്ച് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്തും വണ്ടി എടുക്കരുത്. അത് നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ചിന് നല്ല രീതിയിലുള്ള കംപ്ലൈന്റ് വരും. ഒപ്പം തന്നെ നമ്മൾ അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് താങ്ങി വാഹനത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. എന്താണ്, നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂവല്
വളരെ വേഗത്തിൽ കത്തിത്തീരുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഇനി എങ്ങനെയാണ് അപ്പോൾ ഒരു വാഹനം നമ്മൾ ശരിയായ രീതിയിൽ ക്ലച്ചിന് ഒരുപാട് ഹേമം വരാതെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലച്ച് അരയ്ക്കാതെ ഒക്കെ എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കുന്നത്? ഇപ്പൊ എന്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് വണ്ടി നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലച്ച് അയക്കുന്ന സെയിം ടൈമിൽ നമ്മൾ ആക്സിലറേഷനും കൂടെ കൊടുത്ത് വണ്ടി എടുക്കുക. അതായത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം പതുക്കെ അതൊരു ബാലൻസ് ആണ്. അത് ചെയ്യുന്ന സമയത്തും പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ അത് ഒരു കാരണവശാലും കറക്റ്റ് ആകില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ആക്സിലറേറ്റർ പെഡലിലേക്ക് കാലെടുത്ത് വെക്കുന്നു. നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികെടുത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ആക്സിലറേറ്റർ പെഡലിലേക്ക് എൻ്റെ കാല് എടുത്തു വെക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫുൾ ക്ലച്ച് ചവിട്ടിയേക്കാണ്. ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് ക്ലച്ച് ഞാൻ ഇങ്ങോട്ട് പതുക്കെ റിലീസ് ചെയ്ത് വരികയാണ്. റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി റൺ ചെയ്യുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് വണ്ടി ഉരുണ്ട് തുടങ്ങുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആക്സിലറേഷനും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ട് ക്ലച്ചിൽ നിന്ന് അയച്ചു വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പതിയെ ആക്സിലറേഷൻ വണ്ടിയുടെ റണ്ണിങ് മൂവ് ആകുന്ന ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു, എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് കൊടുത്തു, ക്ലച്ച് എന്ന് ഒറ്റയടിക്ക് കാലെടുത്തു. പലരും ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് എന്ന് പെട്ടെന്ന് കാല് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്ക് നല്ല രീതിയിൽ ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് എന്ന് കാലയക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അത് വരുന്നത്. അത് നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ചിനും അതുപോലെ തന്നെ വാഹനത്തിന്റെ പല ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ, ഒരു ജെർക്ക് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് എന്ന് എടുക്കുന്നത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ദീർഘദൂര ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് വോമിറ്റിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തത് തേർഡ് ഗിയർ കൊടുത്തിട്ട് സാവധാനമാണ്. ഇപ്പൊ ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങോട്ട് വരികയാണ്. ഇപ്പൊ ഇവിടെ ഒരു വളവ് വന്നു, എന്റെ കാല് ബ്രേക്കിൽ വന്ന് ക്ലച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ആക്സിലറേറ്റർ പെഡലേ വന്നു പതിയെ ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ക്ലച്ച് റിലീസായി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തു. അപ്പൊ അതിന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ ഒരുപാട് ലാഗ് എടുത്ത് ക്ലച്ച് എരപ്പിച്ച് കാലെടുക്കുക അല്ലെങ്കിൽ ക്ലച്ച് താങ്ങി കാലെടുക്കുക എന്നുള്ളതുമല്ല ഞാൻ പറഞ്ഞത്. അതിനിടയിലുള്ള ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്ലച്ചിനെ റിലീസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, തേർഡ് ഇട്ടു, ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാല് റിലീസ് ചെയ്ത് മൂന്നാമത്തെ ഗിയറിൽ സ്മൂത്ത് ആയിട്ട് വന്നു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, ഫോർത്ത് ഇട്ടു, ക്ലച്ചിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യാറുണ്ട്. ഇത് പല ആൾക്കാർക്കും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പേടി മുഖാന്തരമാണ് പലരും ഈ മിസ്റ്റേക്ക് ചെയ്യാറുള്ളത്. ഇത് നിങ്ങൾ ഒഴിവാക്കുക. ഈ മിസ്റ്റേക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്റെ വാഹനം ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് നമ്മൾ പതുക്കെ ആക്സിലറേഷൻ പ്രോപ്പറായിട്ട് സെയിം ടൈമിൽ കൊടുത്തോണ്ട് നമ്മൾ വാഹനത്തെ സ്മൂത്ത് ആയിട്ട് എടുത്തു. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയർ ഇടുന്നു, സാവധാനം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് പതിയെ സാവധാനം റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഇടത്തെ കാല് എപ്പോഴും ക്ലച്ചിലേക്ക് എടുത്ത് ഇങ്ങനെ വെച്ചേക്കും. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഓടിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, ചേട്ടാ ഞാൻ അത്രയും ക്ലച്ച് താങ്ങിയിട്ടില്ല, എൻ്റെ കാല് വെറുതെ ഫ്ലോറിൽ ക്ലച്ചെ മാത്രം വെച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാരണം വെച്ചാൽ ഈ മെത്തേഡിൽ ക്ലച്ചെ കാല് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത്. കാരണം ഈ ക്ലച്ചിനൊരു പ്ലേ ഉണ്ട്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു പ്ലേ ക്ലച്ചിന് ഓൾറെഡി ഉണ്ട്. ആ പ്ലേയിലായിരിക്കും ഒരു പക്ഷെങ്കിൽ നമ്മുടെ കാല് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ വാഹനം ഓടിക്കുന്നത് മുഖാന്തരം നമ്മുടെ ക്ലച്ചിന് ആ പ്ലേയിലൊക്കെ വേരിയേഷൻ വരാനും നമ്മൾ അറിയാതെയെങ്കിലും ക്ലച്ച് താഴോട്ട് കുറച്ചെങ്കിലും താഴ്ത്തി ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. നമ്മൾ ഇവിടെ താഴ്ത്തുന്ന ക്ലച്ചിന്റെ അളവെന്ന് പറയുന്നത് ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെങ്കിൽ വാഹനത്തിന്റെ ക്ലച്ചിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവിടെ അത് തേയ്മാനം നല്ല രീതിയിൽ വരുത്താനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. നമ്മൾ ദീർഘദൂരം വാഹനം ഓടിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റിനായിട്ട് നമ്മളുടെ കാലിന്റെ ഒരു ഭാഗം നമ്മളിവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിനെ തീർച്ചയായിട്ടും തേയ്മാനം വരുത്താനായിട്ടുള്ള സാധ്യതകൾ
ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ക്ലച്ചിൽ അങ്ങനെ കാല് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. ഇനി അതുപോലെ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ എന്റെ വണ്ടി ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇപ്പൊ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കയറ്റം ആയിക്കോട്ടെ, വലിയൊരു കയറ്റം ആയിക്കോട്ടെ, ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലച്ചേ തന്നെ വണ്ടിയെ കയറ്റത്ത് നിർത്തും. അതായത് ഇപ്പോൾ ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ചെറിയ സ്ലോപ്പൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് ഇതുപോലെ ക്ലച്ചേ വണ്ടി നിൽക്കും ഇങ്ങനെ. അതായത് നമുക്ക് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ വണ്ടി മുന്നോട്ടും പോകില്ല പിന്നോട്ടും പോകില്ല. ഇങ്ങനെ നമ്മൾ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് ക്ലച്ചെ നിർത്തും. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ ക്ലച്ചിനെ നിർത്തരുത്. ഇത് നിങ്ങളുടെ വണ്ടിയുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്താൽ എന്ത് ചെയ്യണം, നമ്മൾ ആക്സിലറേഷൻ കൊടുത്തോണ്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി എടുത്തിരിക്കണം. അല്ലാതെ ഒരു കാരണവശാലും ക്ലച്ച് മാത്രം താങ്ങി വാഹനത്തെ നിർത്തരുത്. ചില ആൾക്കാർ വലിയ കയറ്റങ്ങൾ ചെയ്യുന്നതാണ്, ബ്രേക്കിന്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വാഹനത്തെ കുറേ സമയം നിർത്തും. ഇങ്ങനെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ബ്രേക്കിന്റെ സഹായമില്ലാതെ ഒരുപാട് നേരം വണ്ടിയെ നിർത്തും. അത് നമ്മളുടെ വാഹനത്തിന് ക്ലച്ചിന് കംപ്ലൈന്റ് വരുത്തും. ഒപ്പം തന്നെ കൂടുതലായിട്ടുള്ള ഒരു ഫ്യൂവല് കയറ്റത്ത് കത്തിത്തീരുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീണ്ടും മറ്റൊരു അറിവുമായിട്ട് കാണാം. ബൈ.